സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കാനും അവരുടെ ചോരത്തിളപ്പിന് രാജ്യദ്രോഹമെന്ന് മുദ്രകുത്താനും നോക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ കരണത്ത് കനത്ത പ്രഹരമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒറ്റ തിരുത്തുകൊണ്ടുണ്ടായത്. താൻ പറഞ്ഞത് പോരാളികളായ യുവാക്കളെക്കുറിച്ചല്ല, വ്യാജന്മാരെക്കുറിച്ചാണെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ പാറ്റ പരാമർശത്തിൽ വലിയ തിരുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയിരിക്കുന്നു. ഈ രാജ്യത്തെ യുവത്വമാണ് തൻ്റെ പ്രവർത്തനം എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഇവിടെ തരിപ്പണമാകുന്നത് വിദ്യാർത്ഥികളെ വില്ലന്മാരാക്കാൻ നോക്കിയ കേന്ദ്രത്തിൻ്റെ വൃത്തികെട്ട തന്ത്രങ്ങളാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കണ്ട് കേന്ദ്രം നടുങ്ങുകയാണ്. അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ ചെറുപ്പക്കാരെ CJPയുടെ പ്രക്ഷോഭത്തെ നേരിടാൻ പേടിച്ച് ഡൽഹിയിലെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ട് വഴിനീളെ ബാരിക്കേഡുകൾ ഉയർത്തി നഗരം അടച്ചുപൂട്ടിയ ഒരു ഭരണകൂടം, അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്താൻ നോക്കിയ കേന്ദ്ര സർക്കാരിനെ നോക്കി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഈ വാക്കുകൾ നരേന്ദ്രമോദിയുടെ നിലപാടുകളുടെ മുനയൊടിക്കുന്നതാണ്. ഉത്തരമില്ലാതെ വരുമ്പോൾ ജനങ്ങളെ വഴിതടഞ്ഞ് നിർത്തി ഭയപ്പെടുത്തുന്ന ഈ ഭീരുത്വമാണോ നിങ്ങളുടെ ഭരണം എന്നുള്ള ചോദ്യം. ഈ ചോദ്യം മോദിയുടെ ഇടനെഞ്ചിലേക്ക് കത്തി പോലെ ആഴ്ന്നിറങ്ങുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാഭ്യാസ തട്ടിപ്പിലും വിറച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ സമരം ചെയ്യുന്ന യുവജനങ്ങളെയും CJPയെയും അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച ആ വൻ ആയുധം സുപ്രീം കോടതി തന്നെ തല്ലി തകർത്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ വാചകങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. രാജ്യത്തെ യുവാക്കൾ പാറ്റകളെ പോലെ മടിപിടിച്ചവരാണെന്ന അദ്ദേഹത്തിൻ്റെ പരാമർശത്തിന് ശേഷം അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പാർട്ടി ആദ്യം സോഷ്യൽ മീഡിയ കൈയടക്കി. രാജ്യത്തിലെ യുവത്വം മുഴുവൻ അവർക്കൊപ്പമാണെന്ന് മനസ്സിലാക്കിയ കേന്ദ്രം അവരുടെ എക്സ് അക്കൗണ്ടുകൾ ഇല്ലാതാക്കി ഇൻസ്റ്റാഗ്രാം പൂട്ടിച്ചു. ഇപ്പോഴിതാ അവർ സോഷ്യൽ മീഡിയ മാത്രം കത്തിക്കുന്നവരല്ല, രാജ്യത്തെ മുഴുവൻ കത്തിക്കാനുള്ള തീപ്പരി അവരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയ കേന്ദ്രത്തിന് മുന്നിൽ തൻ്റെ ഭാഗം ക്ലിയറാക്കുകയാണ് സുപ്രീം കോടതി. നാടിൻ്റെ ഭാവികളായ യുവാക്കളെ പാറ്റകളെന്നും രാജ്യദ്രോഹികളെന്നും മുദ്രകുത്താൻ ഇറങ്ങിത്തിരിച്ച BJP IT സെല്ലിനും നേതാക്കൾക്ക് മുഖത്തേറ്റ കനത്ത അടി കൂടിയാണ് ഈ നടത്തിയ പാറ്റ പരാമർശം. രാജ്യത്തെ യുവാക്കൾക്കെതിരെയല്ല, വ്യാജബിരുദവുമായി നടക്കുന്ന ക്രിമിനലുകൾക്കെതിരായാണ് ഇതെന്ന് ചീഫ് ജസ്റ്റിസ് തുറന്നടിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ BJPയുടെ വിഷപ്രചരണങ്ങളുടെ എല്ലാ മുനയും ഒടിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയതാണ്. താൻ ഊർജം ഉൾക്കൊള്ളുന്നത് രാജ്യത്തെ യുവാക്കളിൽ നിന്നാണ്, സുപ്രീം കോടതിയുടെ വാതിലുകൾ അവർക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതും. യുവാക്കളുടെ അതിരറ്റ കഴിവുകളെയും പങ്കാളിത്തത്തെയും നീതിപീഠം ആദരിക്കുന്നു. ചീഫ് ജസ്റ്റിസിൻ്റെ ഈ ഒറ്റ പ്രതികരണത്തോടെ BJPയുടെ കെട്ടിച്ചമച്ച കള്ളക്കഥകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നീതിപീഠത്തിൻ്റെ പേരു പറഞ്ഞ് ഭയപ്പെടുത്താമെന്ന് കരുതിയ മോദി സർക്കാരിനാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ കനത്ത പ്രഹരം ഏറ്റിരിക്കുന്നത്. മറുഭാഗത്ത് നാണം കെട്ട ഒരവസ്ഥയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അഴിമതിയിൽ മുങ്ങിയ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുമ്പോഴും നാണം കെട്ടും മന്ത്രിയെ സംരക്ഷിക്കാനാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കിയാൽ അത് പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വൻ വിജയമാകുമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പതനത്തിന് വഴിതെളിക്കുമെന്നും ഭയന്നാണ് മോദി സർക്കാർ മന്ത്രിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. എന്നാൽ രാജിയല്ലാതെ ഒത്തുതീർപ്പിനില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരം ചെയ്യുന്ന യുവാക്കൾ. 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റിലേക്ക് വീണ്ടും ബഹുജന മാർച്ച് നടത്തുമെന്നും രാജ്യമൊട്ടാകെ ഉപരോധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സ്വന്തം ഘടകകക്ഷികളും പോരാഞ്ഞ RSS മേധാവി മോഹൻ ഭഗവത്തും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകണമെന്ന് പറഞ്ഞ് ഭരണകൂടത്തെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലെത്തി കാര്യങ്ങൾ. ചീഫ് ജസ്റ്റിസിൻ്റെ ഈ കനത്ത തിരിച്ചടിയോടെ BJPയുടെ സകല തന്ത്രങ്ങളും പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. അഴിമതിക്കാരനായ വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാൻ ഇനിയും എത്ര നാൾ ഈ സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ രാജ്യത്തെ യുവാക്കളുടെ ശക്തിക്ക് മുന്നിൽ ഈ അഹങ്കാര സർക്കാർ മുട്ടുകുത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല.